ട്രെയിനിന്റെ ജനലരികിലും വാതിലിലും നിന്ന് യാത്ര ചെയ്യുന്നവരുടെ കൈക്ക് വടികൊണ്ടടിച്ച് മൊബൈൽ ഫോണുകൾ തട്ടുന്ന സംഘത്തിലെ പ്രധാനി പിടിയിലായി. ബംഗാൾ ഉത്തർ ദിനാജ്പൂർ സ്വദേശി 21 വയസ്സുള്ള അലി മുഹമ്മദാണ് എറണാകുളം RPFന്റെ പിടിയിലായത്. ഇയാളുടെ സംഘത്തിലെ 3 പേരെ ഓഗസ്റ്റിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതറിഞ്ഞ് അലി മുഹമ്മദ് ബംഗാളിലേക്ക് കടന്നുകളഞ്ഞു. എന്നാൽ ഇയാളുടെ മൊബൈൽ ഫോൺ RPFന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രശ്നങ്ങൾ കഴിഞ്ഞെന്ന് കരുതി കേരളത്തിലേക്ക് എത്തുകയും മറ്റൊരു പേരിൽ ചേർത്തലയിൽ ഒരു ബേക്കറിയിൽ ജോലിക്ക് നിൽക്കുകയും ചെയ്യുന്ന വേളയിലായിരുന്നു RPFന്റെ പിടിയിലായത്. ഓഗസ്റ്റ് 16-ന് തിരുവനന്തപുരത്തേക്ക് പോയ ശബരി എക്സ്പ്രസിലെ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ 4-അംഗ സംഘം വടികൊണ്ടടിച്ച് കവർന്നതിനെ തുടർന്നായിരുന്നു എറണാകുളം RPF അന്വേഷണം തുടങ്ങിയത്. എറണാകുളം പുല്ലേപ്പടി ഭാഗത്ത് തീവണ്ടി വേഗം കുറച്ചു പോകുന്ന സ്ഥലത്താണ് ഈ സംഘം കാത്തുനിന്ന് വടികൊണ്ടടിച്ച് സ്ഥിരമായി കവർച്ച നടത്തുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. ഓഗസ്റ്റ് 16-ന് മോഷണം നടത്തിയ അതേ ഇടത്ത് വീണ്ടും എത്തിയപ്പോഴാണ് ബംഗാൾ സ്വദേശികളായ 21 വയസ്സുള്ള മുഹമ്മദ് കാസിം, 32 വയസ്സുള്ള മുന്ന മുഷ്താഖ്, 21 വയസ്സുള്ള അബ്ദുൾ ലത്കീം എന്നിവരെ പിടികൂടിയത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അലി മുഹമ്മദ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബംഗാളിലേക്ക് മടങ്ങുകയായിരുന്നു. ഇയാളെ പിടികൂടുന്നതിനായി പ്രത്യേക സംഘത്തിന് RPF രൂപം നൽകിയിരുന്നു. റെയിൽവേ പോലീസ് DYSP ജോർജ്, RPF ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ മുഹമ്മദ് ഹനീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ബാലൻ, SHO നെഹ്റുദ്ദീൻ, RPF എറണാകുളം സൗത്ത് ഇൻസ്പെക്ടർ ബിനോയ് ആന്റണി, നോർത്ത് ഇൻസ്പെക്ടർ വിനോദ് G നായർ, ASI ശ്രീജിത്ത് എന്നിവർ ഉൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷണം നടത്തിയതും പ്രതികളെയെല്ലാം പിടികൂടിയതും. മലയാളം ടെലിവിഷൻ, കൊച്ചി. നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെ?